പ്രസന്റ് ടെൻസിലെ മൂന്നാമത്തെ ടെൻസിൻ്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ ടെൻസിൽ നമ്മൾ ഹാസ് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുക. ഹാസ് ഹാവ് പ്ലസ് V3, ഹാസും ഹാവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ V3 ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അത് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്ന രീതിയാണുള്ളത്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏത് ഓക്സിലറിയാ ഓർത്ത് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിമ്പിൾ പ്രസന്റില് ഡു ഡസ് ആണ് ഉപയോഗിച്ചത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചു. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് അതിൻ്റെ കൂടെ വെർബിൻ്റെ ING ഉപയോഗിച്ചു. ഇവിടെ ഹാസ് ഹാവ് ആണ്. അത് വന്നാൽ വെർബിൻ്റെ തേർഡ് ഫോമാണ്. എല്ലാ വാക്കുകൾക്കും വെർബുകൾക്കും 3 രൂപങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടൺ, പ്ലേ, പ്ലേഡ്, പ്ലേഡ്. സാധാരണ ED കൂട്ടിയാൽ മതി, ഡി അല്ലെങ്കിൽ ED കൂട്ടിയാൽ മതി V3 കിട്ടാൻ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പ്രവൃത്തി നടക്കുകയും അതിൻ്റെ ഫലം പറയുന്ന സമയത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം. ഞാൻ പറയാണ് ഐ ഹാവ്, വേണ്ട, മൈ ഫാദർ, എൻ്റെ അച്ഛൻ, ഹാസ് ഉപയോഗിക്കുക. കാരണം സിംഗുലറിൻ്റെ കൂടെ ഹാസും പ്ലൂറലിൻ്റെ കൂടെ ഹാവ് ആണ്. മൈ ഫാദർ ഹാസ് കം. ഈ കം എന്ന് പറയുന്ന V3 ആണ്. അതായത് കമ്മിൻ്റെ V2, കം, കെയും കമ്മാണ്. കമ്മിൻ്റെ V1ഉം V3യും സെയിം ആണ്. V2 ആണ് കെയും. കമ്മ് കെയിം കമ്മ് എന്നാണ്. അപ്പോൾ മൈ ഫാദർ ഹാസ് കം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ആദ്യത്തിൽ നമ്മൾ ഒന്നാമത്തെ ടെൻസിൽ നൂ എന്നാ പറയുക, അച്ഛൻ വരുന്നു. മൈ ഫാദർ കംസ്, മൈ ഫാദർ കംസ്. രണ്ടാമത്തെ ടെൻസ് മൈ ഫാദർ ഈസ് കമ്മിങ്, എൻ്റെ അച്ഛൻ വരികയാണ്. മൈ ഫാദർ ഈസ് കമ്മിങ്, എൻ്റെ അച്ഛൻ വരികയാണ്. ഇപ്പം ഞാൻ പറയുന്നു മൈ ഫാദർ ഹാസ് കം, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, മൈ ഫാദർ ഹാസ് കം. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫലം പറയുന്ന സമയത്ത് നിലകൊള്ളുന്നുണ്ട്. മൈ ഫാദർ ഹാസ് കം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇപ്പം ഞാൻ പറയുമ്പോൾ അവിടെ ഉണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഈ ടെൻസിൽ പറയണമെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ട് പിന്നെ പോയിട്ടില്ല, പറയുന്ന സമയത്ത് അങ്ങേര് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഫലം ഞാൻ പറയുന്ന സമയത്ത് അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ എന്തൊരു കാര്യവും നടന്നു കഴിഞ്ഞതാണ്, പക്ഷേ പറയുന്ന സമയത്ത് അതിൻ്റെ ഫലമുണ്ടെങ്കിലാണ് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുന്നത്. ഇല്ലെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയി പോകും. ഫാദർ കെയിം എന്ന് പറയേണ്ടി വരും, അച്ഛൻ വന്നു. പക്ഷെ അച്ഛൻ വന്നിട്ട് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ അച്ഛൻ മൈ ഫാദർ ഹാസ് കം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ടെൻസിൻ്റെ പ്രത്യേകത നടന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിൻ്റെ പ്രസൻസ് അപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രസൻ്റ് ആവുന്നത്. കറണ്ട് പോയോ? നമ്മുടെ ക്ലാസ് തടസ്സപ്പെടും. അഥവാ ഈ ക്ലാസ് തടസ്സപ്പെട്ടാൽ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതേ ചാനലിൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇതിൻ്റെ ബാലൻസ് നിങ്ങൾ അവിടെ കാണണം കേട്ടോ. അഥവാ ഈ ക്ലാസ് എങ്ങാനും കറണ്ട് വന്ന് പോയി തടസ്സപ്പെട്ടാൽ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. കറണ്ട് ഇപ്പോൾ തിരിച്ച് വന്നു, കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, തടസ്സപ്പെടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇല്ലെങ്കിൽ ഇതൊരൊറ്റ ക്ലാസ്സിൽ അങ്ങ് തീർക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ടതുണ്ട്. ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഇസ് നോട്ട് ഗിവൺ. ഒരു കാര്യം നടന്നിട്ട് അതിൻ്റെ സമയം പറയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത്. ഒരു സംഭവം നടന്നു പക്ഷേ എൻ്റെ സമയം പറയുന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഒരാളുടെ പേര് പറയൂ, അദ്വൈത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, അദ്വൈത് ഡാഷ് യെസ്റ്റർഡേ. ഓപ്ഷനിൽ എ ഹാസ് കം, ബി കെയിം. നിങ്ങൾ ഏതാണ് ഇതിൽ തിരഞ്ഞെടുക്കുക? അദ്വൈത് ഡാഷ് യെസ്റ്റർഡേ. ഒരു സംശയം വേണ്ട, അദ്വൈത് വന്നു എന്നാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ, ടെൻസ് പഠിക്കാൻ പോണേ ഉള്ളൂ, എങ്കിലും ഞാൻ പറയാണ്. കാരണം ഇവിടെ ടൈം തന്നിട്ടുണ്ട്. അതേസമയം പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെയാണ് തരുന്നത്, അദ്വൈത് ഡാഷ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇങ്ങനെയാ ചോദ്യമെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഹാസ് കം ആണ്. അദ്വൈത് ഹാസ് കം. കാരണം
എപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് എപ്പോ എന്ന് സമയം അത് ഇത്ര മണിക്കൂന്നോ ഇന്നലെന്നോ മിനിഞ്ഞാന്നോ കഴിഞ്ഞ കൊല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയണം. ഐ ഹാവ് സീൻ ഹെർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, എപ്പോ അറിയില്ല. ദേ ഹാവ് ഗോൺ, അവർ പോയിട്ടുണ്ട്, എപ്പോഴോ. ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്, ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, എപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ വെഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി മാറും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഘട്ടം എപ്പോഴാ? ഒരു ആക്ഷൻ സംഭവിച്ചത് എപ്പോഴാന്ന് പറയാത്ത സമയത്ത്. അടുത്തത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അതായത് ജസ്റ്റ് ഉണ്ടാവും. ഇമ്മീഡിയറ്റ് പാസ്റ്റ് പറയുമ്പോൾ ജസ്റ്റ് ഉണ്ടാവും. ഷി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്, ഹി ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ജസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതി വെക്കാൻ നോട്ടിൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പറയാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഉപയോഗം ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച സമയത്തിന് മുന്നേ ഒരു കാര്യം നടന്നാൽ അത് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി ഉണ്ടെങ്കിലും ആ ടെൻസ് എന്തായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, ഷീ ഹാസ് ഓൾറെഡി സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ്, ദേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഇവിടെ ഐൻ്റെ കൂടെ ഹാവ് ആണ്, യുവിൻ്റെ കൂടെ ഹാവ് ആണ്. ഇതൊക്കെ പ്ലൂറലായിട്ടാണ് പരിഗണിക്കുന്നത്. ദേ ഹാവ്, വി ഹാവ്. സിംഗുലറൊക്കെ ഹാസ് ആണ് ഉണ്ടാവുക. അതും കൂടെ പറഞ്ഞതാണ്. ഓക്കെ. ഈ ടെൻസിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് എവർ, നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെൻ്റ്ലി, സോ ഫാർ. നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ. അതുപോലെ ജസ്റ്റ്. ഓക്കെ, നേരത്തെ കണ്ടല്ലോ ജസ്റ്റ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഓക്കെ. അപ്പോൾ ടൈം ഇൻഡിക്കേറ്റേഴ്സും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ. ഇതെങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്ന് ആൻസർ ചെയ്തേ. അപർണ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. അപ്പം നമുക്കറിയാം ഹാസ് വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് ഇവിടെ V3 ഉണ്ടാവും. അപ്പോൾ ഫ്ലോഡ്, ഫ്ലൈ പറക്കുക, ഫ്ലൂ പറന്നു, ഫ്ലോൺ പറന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇറഗുലർ വെർബ് എന്നാ പറയുക. ഇപ്പോൾ കം, കെയിം, വീണ്ടും കം. സാധാരണ രീതിയിൽ V3 ഉണ്ടാക്കുന്നത് എങ്ങനെ? ED കൂട്ടിയിട്ട്. അപ്പോൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. സിമ്പിളാണ്. ഇങ്ങനെ വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. പൊതുവെ V3 വളരെ സിമ്പിളാണ്. 90% വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അപൂർവം ചില വാക്കുകളുണ്ട്. ഫ്ലൈ പോലെ, കം പോലെ, റൺ പോലെ, റൺ, റാൻ, റൺ. ഓക്കെ. ഇത്തരം വാക്കുകൾ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നാണ് പറയുക. അത് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട ഒരു 10-15 വാക്കുകളുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ. നോ, അതിൽ പ്രധാനപ്പെട്ട ആണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോ, ന്യൂ, നോൺ. ഓക്കെ. അതൊക്കെ അങ്ങനത്തെ വാക്കുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇതിലേക്ക് സംശയം വരുന്ന എപ്പോഴാണെന്നറിയോ? ഫ്ലൈൻ്റെതാണ്, ഫ്ലൈ, ഫ്ലീ, ഫ്ലോൺ. പിന്നെ നമുക്ക് വെള്ളം ഒഴുകുന്നതിന് നമ്മൾ ഫ്ലോ എന്ന് പറയും, അത് വേറെ വാക്കാണ്. ഇതുമായിട്ട് അതിന് ബന്ധമില്ല. ഫ്ലോ ആണെങ്കിൽ ഫ്ലോവിഡ്, ഫ്ലോവിഡ് എന്നാണ് കേട്ടോ. ഇത് ഇറഗുലർ വെർബ് അല്ല. ഫ്ലൈ മാത്രമേ എന്തുള്ളൂ? ഇറഗുലർ വെർബുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. 8ാമത്തെ ചോദ്യം. ദ സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. സോറി, ഇതിൻ്റെ ആൻസർ എന്താ? ഇത് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ആൻസർ ചെയ്തേ. ഇപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പക്ഷെ മുഴുവൻ ടെൻസും പഠിച്ച ഒരാൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. ടെൻസെല്ലാം പഠിച്ച ആൾക്കാണ് പൊതുവെ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവുക. അതിന് കാരണമുണ്ട്. എന്താ കാരണം? അതായത് ഞാനൊരു ക്ലൂ തരാം. ഇതിപ്പോൾ ദ സ്മോൾ ബോയ് ആണല്ലോ സബ്ജക്റ്റ്. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ അല്ലേ? അത് ഒഴിവാക്കുക. എന്നിട്ട് വായിക്കൂ. ദ സ്മോൾ ബോയ് ഡാഷ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇവിടെ ഒന്നും ഇല്ലാതെ ദ സ്മോൾ ബോയ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പോരെ. കാരണം ലീവ് എന്ന് പറഞ്ഞാൽ പോവുക, ലെഫ്റ്റ് പോയി, ലെഫ്റ്റ് ആൻഡ് V3 പറഞ്ഞാലും പോരെ എന്നൊരു ചിന്ത പൊതുവെ ഉണ്ടാവും. V2 പറഞ്ഞാലും പോരെ.
ദ സ്മോൾ ബോയ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. സിമ്പിൾ പാസ്റ്റ് ആണ് ലെഫ്റ്റ് ഉപയോഗിച്ചാൽ. പക്ഷേ പോരാ. കാരണം എന്താ? നടന്ന സമയം പറഞ്ഞിട്ടില്ല. അപ്പം നടന്നുപോയ ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ സമയം സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ ഹാസ് ആണ് വേണ്ടത്. ഇതിന് അഡീഷണൽ ഇൻഫർമേഷൻ, സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ്, ഓക്കെ, ഹാസ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, ഐ ഡാഷ് ഹർ ഫോർ എ ലോങ് ടൈം. നോക്കട്ടെ, ആൻസർ ചെയ്തേ. സ്ലോ ആണല്ലോ. ഐ ഡാഷ് ഹർ ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് നോൺ ആണ് ഇവിടെ ശരി. ഇവിടെ ഞാനൊരു അഡീഷണൽ കാര്യം ആഡ് ചെയ്യണേ. നമുക്കൊരാളെ അറിയാം. ഇത് ഞാൻ നോട്ടിൻ്റെ കൂടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇവിടെ അത് നോട്ട് ചെയ്തോണം. നോ എ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇന്ന ആളെ അറിയാം. ഐ ഹാവ് നോൺ, അത് കൂടുതലായും ഈ ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റെഡ് എ ബുക്ക്, ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് റെഡ് ചെമ്മീൻ, ഐ ഹാവ് റെഡ് നാലുകെട്ട്. അതുപോലെ നിങ്ങൾ വാച്ച്ഡ് എ മൂവി, ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഏതാ സിനിമ, ഐ ഹാവ് വാച്ച്ഡ് RRR അല്ല RRR, അല്ലെങ്കിൽ ഐ ഹാവ് വാച്ച്ഡ് ബാഹുബലി. ഓക്കെ, അതുപോലെ ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടെങ്കിൽ, പ്രൈസ് ഹൈക്ക്, ഒരു വസ്തുവിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഹാസ് എന്താ പറയുക ഹൈക്ഡ്, അല്ലെങ്കിൽ എറോസ്. എന്തിൻ്റെങ്കിലും ഒരു വില, ഒരു വസ്തുവിൻ്റെ വില, ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ആണ് പറയുക കേട്ടോ. ഹാസ് ഇൻക്രീസ്ഡ്, പ്രൈസ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇതുപോലെയുള്ള സംഗതികളെല്ലാം ഇപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുക. പ്രസൻറ്റ് പെർഫെക്റ്റിൽ കേട്ടോ. ഇതൊരു നോട്ട് ചെയ്ത് വെച്ചോളണം. നോട്ട് ദ പോയിന്റ്. അതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടെൻസാണ്. അപ്പോൾ അടുത്ത ടെൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇതുപോലെ സിമ്പിളാണ്. ഓക്കെ,